നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡൽ വേണം. ഇപ്പോൾ നമ്മളെ പാരൻസിന് റോൾ മോഡലായിരിക്കുന്നവരുണ്ട്. അതുപോലെ ചില ആളുകൾ ഓരോന്നിലും യൂണീക്കായിട്ടുള്ള കഴിവുണ്ടാവും. അതായത് പാട്ട് പാടുന്ന ആളുകളായിരിക്കാം, ഫുട്ബോളിൽ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അങ്ങനെ അവർക്കൊക്കെ അവരുടെ ലൈഫിൽ ഒരു റോൾ മോഡൽ ഉണ്ടാവും. ഏതൊരു വ്യക്തിക്കും ലൈഫിലൊരു റോൾ മോഡൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവരുടെ ഓരോ മൊമെൻറ്റും നമ്മൾ വാച്ച് ചെയ്യും. അവരെന്താ ചെയ്യുന്നത്, അവരുടെ മോർണിംഗ് റുട്ടീൻ എന്താ, അവരുടെ ഹാബിറ്റ്സ് എന്താ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്താ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇൻഫ്ലുവൻസിങ് ആണ് അവിടെ നടക്കുന്നത്. ആ ഒരു ഇൻഫ്ലുവൻസിങ് അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ റെലമെൻറ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളിലും റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ റോൾ മോഡലിംഗ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആരെയാണ് റോൾ മോഡലാക്കി വെച്ചിട്ടുള്ളത്. ലൈഫിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വിജയിച്ച സ്റ്റോറി പഠിക്കുക നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവരെങ്ങനെയാണ് ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ട് അവരുടെ എന്ത് എഫേർട്ടാണ് എടുത്തിട്ടുള്ളത്, എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ ഹാബിറ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിലും ആ വിജയം എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ നിൽക്കുന്ന പൊസിഷനെ നമ്മൾ മോഡൽ ചെയ്യാനും അത് നമ്മൾ ക്യാപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുന്നതിന് പകരം അവർ എന്താണ് ആ പൊസിഷനിലേക്ക് എത്താൻ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം, എന്താണ് അവർ ഡെയിലി ഹാബിറ്റ്സായി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും ആ വിജയത്തിലെത്താൻ പറ്റും.